നമസ്തേ. നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും വ്യക്തമായ ഒരു പക്ഷം ഇടതുപക്ഷത്തെ പാടി സ്തുതിക്കാനും മറ്റുള്ളവരെയെല്ലാം വിമർശിക്കാനും ഒരുതരം പ്രത്യേക താല്പര്യം വെച്ച് പുലർത്തുന്ന ലോകത്തുള്ള സർവ്വ വിഷയങ്ങളിലും കയറി അഭിപ്രായങ്ങൾ പറയുമ്പോഴും മുച്ചൂടും മുടിച്ചു ഭരിക്കുന്ന ഇടതിന്റെ ഭരണത്തെക്കുറിച്ച് പാടിപ്പൂക്കഴ്ത്തുന്ന നികേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് ശബരിമലയിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ്. നമുക്കാദ്യം അതൊന്ന് കേൾക്കാം, എന്നിട്ട് എല്ലാം ചേർത്ത് നികേഷിനുള്ള മറുപടിയും നൽകാം. സുജയ പാർവതി പലപ്പോഴും വാരി ഭിത്തിയിലൊട്ടിക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ അതൊരു ശീലമായി കാണും. എങ്കിലും ശബരിമലയെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും സംസ്ഥാന അധ്യക്ഷനെയും പേരെടുത്തു പറഞ്ഞ് ഇടതിന്റെ പിടിപ്പുകേടിനെ കമിഴ്ന്നു കിടന്ന് ന്യായീകരിക്കുന്ന നികേഷ് കുമാര മറുപടി തരാതെ തരമില്ല. നൽകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഈ പറയുന്ന മല കാണാതെ മടങ്ങുന്നു തീർത്ഥാടകർ എന്ന്. ഇന്ന് മറ്റു ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. വിജി തമ്പി എന്നയാള് VHPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. വിജി തമ്പി ഇന്നും പറയുന്നത് എന്താണെന്നറിയാമോ? ഒരൊറ്റ പൈസ പോലും കാണിക്കയിടരുത് എന്നാണ് ശബരിമലയിൽ. നേരത്തെ ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും അന്തിത്തിരി കത്തുന്നത് ഈ ശബരിമല കാരണമാണ്. ആ ശബരിമലയിൽ നിന്നുള്ള കാണിക്ക കൊണ്ടാണ് എന്നുള്ളതാണ്. ആ കാണിക്ക കൃത്യമായി വിന്യസിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഈ അങ്ങനെ 1284 1252 ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്. അപ്പോ യഥാർത്ഥത്തിൽ ഉദ്ദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ ഇത്തിരി കലാപമൊക്കെ ഉണ്ടാകണം. ഈ നിലയിൽ മതപരമായി ധ്രുവീകരിക്കണം. നാണം വേണം ഈ നാട്ടിലെ ജനങ്ങളാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഇവർക്കൊക്കെ. അല്ല, ആ വിഷയം അവിടെ നിൽക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ വിശ്വാസികളായ ഹിന്ദു സമൂഹത്തോടാണ്. സ്വാമി മാത്രം ശരണം എന്ന അവസ്ഥയിലാണ് ശബരിമലയിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഭാരതത്തിൽ നിന്നും ഭാരതത്തിന് പുറത്തു നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരു സീസണിൽ എത്തുന്ന ഇത്രയും പുണ്യ പരിപാവനമായ കാനന ക്ഷേത്രത്തെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിക്കാനും ആ ഭക്തരുടെ മനസ്സിൽ വേദന സൃഷ്ടിക്കാനുമാണ് ദേവസ്വം ബോർഡ് കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസൺ ആരംഭിച്ചിട്ടും അതിന് യാതൊരു വ്യത്യാസവുമില്ല. തിരുപ്പതി മോഡൽ എന്ന പറഞ്ഞ പേരിൽ ഒരു ക്യൂ സമ്പ്രദായം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഭക്തന്മാരെ പിഴിഞ്ഞു കൊല്ലാൻ, ഞെക്കിക്കൊല്ലാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് അതിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ക്യൂ കോംപ്ലക്സിൽ പെട്ടിട്ട് ജലം പോലും കിട്ടാതെ ഒരു കൊച്ചു കുഞ്ഞിന് മാളികപ്പുറം മരണപ്പെട്ട സംഭവം ഏറ്റവും വേദനാജനകമാണ്. ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത, അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാത്ത നാസ്തികരായ ആൾക്കാർ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ പിണിയാളുകളായ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഇതിനപ്പുറം ഒരു ഭക്തന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പല പ്രാവശ്യം അയ്യപ്പൻ ഭക്തരോട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ താഴ്മയായി അപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഭഗവാനെ കാണാനാണ്, ഭഗവാനെ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക, ഒരു പൈസ പോലും കാണിക്കയിടരുതെന്ന്. പക്ഷേ വീണ്ടും ഭക്തന്മാർ അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കാണിക്കയിടുന്നു. ഈ കാണിക്കയിൽ മാത്രമാണ് സർക്കാരിന്റെ കണ്ണ്. അതുപോലെ തന്നെ അപ്പവും അരമണി എന്ന പേരിൽ ഭഗവാൻ കാണാത്ത, 18-ാം പടി പോലും കാണാത്ത അപ്പവും അരമണിയുമാണ് പാക്കറ്റുകളിലാക്കി ഈ ഭക്തരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയ്യിൽ കരുതേണ്ടത് നെയ്ത്തേങ്ങ മാത്രമാണ്. അല്ലാതെ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പനിനീർ കുപ്പിയോ അല്ലെങ്കിൽ മറ്റ് കർപ്പൂരം എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ കർപ്പൂരം പോലുമല്ല. ഇതൊന്നും നമ്മൾ അവിടെ കൊണ്ടുപോകരുത്. ഒരു നെയ്ത്തേങ്ങ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി സങ്കല്പിച്ച് അവർക്കെല്ലാം വേണ്ടി ഓരോ നെയ്ത്തേങ്ങകൾ കൊണ്ടുപോവുക. അത് ഭഗവാൻ അഭിഷേകം ചെയ്യുക, ഭഗവാനെ ദർശിക്കുക, പ്രാർത്ഥിക്കുക. ഒരു പൈസ പോലും കാണിക്കയിടാതെ തിരിച്ച് സ്വന്തം ഭവനങ്ങളിലെത്തുക. കഴിഞ്ഞ 2 ദേവപ്രശ്നങ്ങളിൽ ശബരിമലയിൽ വ്യക്തമായിട്ട് ആ ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞതാണ്. അവിടെ വാവർ എന്നൊരു സങ്കല്പം അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ നടയിൽ പോകാതിരിക്കുക. വാവര് പള്ളി എന്ന പേരിൽ എരുമേലിൽ അങ്ങനെ ഒരു പള്ളിയേ ഇല്ല. ആ പള്ളിയുടെ പേര് നൈനാൻ മസ്ജിദ് എന്നാണ്. അവിടെയും പോകാതിരിക്കുക. അതിന് വ്യക്തമായ കാര്യകാരണങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദുവിന്റെ കാണിക്കപ്പണം വിനിയോഗിക്കേണ്ടത് ഇവിടുത്തെ ഹിന്ദുവിന്റെ നന്മയ്ക്കായിട്ടാണ്, അല്ലാതെ ജിഹാദികളെ താങ്ങി നടക്കുന്ന അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെ തീറ്റിപ്പോറ്റാനോ തോന്നിയ പോലെ സർക്കാരിന് കൈയിട്ട് വാരാനോ അല്ല. മറ്റൊന്ന്, ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തുന്നത് എന്ന് നികേഷ് കുമാർ പറയുമ്പോൾ ഈ ശബരിമലയിലെ വരുമാന ഇനത്തിൽ വരവെത്ര ചിലവെത്ര എന്ന കണക്ക് വെച്ചിട്ട് വേണം സംസാരിക്കേണ്ടത്. വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് അത് അറിയുവാനുള്ള അവകാശമുണ്ട്.
നാളിതുവരെ അങ്ങനെ ഒരു കണക്കില്ല എന്നതാണ് സത്യം. തീർന്നില്ല. 50,000-ഓളം ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ എല്ലാ ദേവസ്വം ബോർഡും കൂടി ചേർത്ത് സർക്കാരിന്റെ കീഴിൽ ഏകദേശം 5,000-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണുള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ഏകദേശം 1,200 ക്ഷേത്രങ്ങൾ മാത്രം. ഈ 1,200 ക്ഷേത്രങ്ങൾ ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എങ്കിൽ ബാക്കിയുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇവിടെ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? ഇവയൊന്നും പൂട്ടിക്കിടക്കുകയല്ല മിസ്റ്റർ നികേഷ്. ഇഷ്ടക്കാർക്കും സഖാക്കൾക്കും ജോലി നൽകുവാൻ ദേവസ്വം ബോർഡിന്റെ പല തസ്തികകളിൽ തിരികെ കയറ്റി ഓരോ ക്ഷേത്രത്തിനും ആവശ്യമുള്ളതിൽ 4 ഇരട്ടിയോളം അവിശ്വാസികളായ ജീവനക്കാരെ അവിടെ കുത്തിനിറച്ച് ഓരോ ക്ഷേത്രത്തിന്റെയും വരുമാനം കട്ടുമുടിക്കുകയല്ലേ? ഇതിനെല്ലാം ചെലവ് ശബരിമല അയ്യപ്പൻ കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് സാർ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്? കളഞ്ഞിട്ട് പൊയ്ക്കൂടെ? ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടു നൽകൂ, അവർ ഭംഗിയായി അത് നടത്തിക്കൊള്ളും. ഒരു ഉദാഹരണം പറയാം. 150-ന് പുറത്ത് ക്ഷേത്രങ്ങൾ വിശ്വ ഹിന്ദു ദേവസ്വത്തിൻ്റെതായി കേരളത്തിലുണ്ട്. മറ്റു പല സംഘടനകൾക്കും ഇതുപോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഇവയൊന്നും ശബരിമലയിലെ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്നവയല്ല. ഓരോ ക്ഷേത്രവും അതാത് ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. മാത്രമല്ല, ഇതിലൊരു ഭാഗം ഇവിടുത്തെ അശരണരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അനാചാരങ്ങൾ കുറയുമെന്ന് പറഞ്ഞ താത്വികാചാര്യന്റെ പിൻതലമുറക്കാരൻ പരിപാവനമായ ശബരിമലയിൽ എത്തിയിട്ട് ഒന്ന് തൊഴാൻ പോലും കൂട്ടാക്കാത്ത മിസ്റ്റർ നികേഷിന് ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി തെളിക്കാൻ എന്താ ഇത്ര താല്പര്യം? ക്ഷേത്രങ്ങളുടെ കാര്യം മിസ്റ്റർ നികേഷ് വിട്ടേക്കൂ, അതിവിടുത്തെ യഥാർത്ഥ ഹിന്ദുക്കൾ നോക്കിക്കൊള്ളും. ഹിന്ദുവിന്റെ പണം വാങ്ങി ഹിന്ദുവിനെ ഭരിക്കാൻ ഒരു ബോർഡും ഒരു സർക്കാരും വേണ്ട എന്ന് തന്നെയാണ് ശ്രീ വിജി തമ്പി വ്യക്തമാക്കുന്നത്. ശബരിമലയെയും അവിടുത്തെ വിശ്വാസികളെയും ആചാരങ്ങളെയും നശിപ്പിക്കുക എന്നത് മാത്രമല്ലേ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം? ഭക്തരെ ഏതെല്ലാം രീതിയിൽ പറ്റിക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ദേവസ്വം ബോർഡ്? കഠിനമായ മണ്ഡലവ്രതം നോറ്റുവരുന്ന അയ്യപ്പ ഭക്തരോട് എന്തെല്ലാം ക്രൂരതകളാണ് ദേവസ്വം ജീവനക്കാരും കമ്മ്യൂണിസ്റ്റ് അടിമകളായ പോലീസുകാരും ചെയ്യുന്നത്? അയ്യപ്പസ്വാമിയെ ഒരു നോക്കു കാണാൻ പോലും സമ്മതിക്കാതെ കഴുത്തിന് പിടിച്ചു തള്ളുന്ന ദൃശ്യം പോലും നാം കണ്ടതാണ്. മിസ്റ്റർ നികേഷും പോയിരുന്നല്ലോ നവംബർ 27-ന് ശബരിമലയിലേക്ക്. കൺകുളിർക്ക് കാണാത്തതിന്റെ ഈ ദ്രോഹങ്ങൾ? പാവപ്പെട്ട അയ്യപ്പ ഭക്തർ ഭഗവാന്റെ പ്രസാദം ആണല്ലോ എന്ന് കരുതിയാണ് ഇല്ലാത്ത പണം കൊടുത്ത് അപ്പവും അരവണയും വാങ്ങുന്നത്. അവരെ പറ്റിക്കുകയല്ലേ മിസ്റ്റർ നികേഷ് നിങ്ങളുടെ ഈ പരിപാവനമായ ദേവസ്വം ബോർഡ്? അയ്യപ്പൻ പോയിട്ട് 18-ാം പടി പോലും കാണാത്ത സാധനമാണ് പ്രസാദം എന്ന പേരിൽ തരുന്നതെന്ന് പാവം അവർ അറിയുന്നില്ലല്ലോ. കഴിഞ്ഞ 2 ദേവപ്രശ്നങ്ങളിലെയും പരിഹാരക്രിയകൾ ചെയ്യുന്ന ദേവസ്വം ബോർഡ് ബാവർ എന്ന ഒരു സങ്കല്പം അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്നറിഞ്ഞിട്ടും എന്തേ അവിടുന്ന് മാറ്റുന്നില്ല? ദേവപ്രശ്ന വിധി പ്രകാരം ഗണപതി ഹോമമണ്ഡപത്തിൽ വച്ചിരുന്ന ഗണപതി വിഗ്രഹം മാളികപ്പുറത്ത് പ്രതിഷ്ഠിച്ചതുൾപ്പെടെ പല മാറ്റങ്ങളും വരുത്തിയ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ബാവരെ മാറ്റുന്നില്ല? മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. മിസ്റ്റർ നികേഷ്, മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ് വേണം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലുള്ളവരുടെ പാരമ്പര്യമാണ് നിങ്ങളെ പോലുള്ളവർ കളഞ്ഞു കുളിക്കുന്നത്. മിസ്റ്റർ നികേഷ്, കമ്മ്യൂണിസം കൊണ്ട് അങ്ങയുടെ കണ്ണു മഞ്ചളിച്ചെങ്കിൽ ആ പിണറായിയുടെ പാലിൽ തൂങ്ങി നടക്ക്. അതാണ് ഇതിനേക്കാളും നല്ലത്. ശ്രീ വിജി തമ്പിയെ പരാമർശിച്ച് താങ്കൾ സംസാരിച്ചപ്പോൾ നാവിൽ വന്ന തെറിയന്റെ വിഴുങ്ങിക്കളഞ്ഞത്? സ്വാഭിമാന ഹിന്ദുക്കൾ കുനിച്ചു നിർത്തി ഇടിക്കുമെന്ന് പേടിച്ചിട്ടാണോ? ഇത്ര വീരവാദം മുഴക്കുന്നയാൾ നാവിൽ വന്നത് പുറത്തേക്ക് തള്ളാനും ധൈര്യം കാണിക്കണമായിരുന്നു. ഇനി അതല്ല, നികേഷിന്റെ VHP സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല എങ്കിൽ മാസത്തിൽ എണ്ണി വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക ശബരിമലയിൽ കാണിക്കുകയും നൽകൂ. അന്തിത്തിരി കത്തിക്കട്ടെ. കൂട്ടിന് ഇതുപോലെ കുറെ പാർട്ടി സ്തുതിപാഠകരെയും കൂട്ടിക്കൊള്ളൂ. വിഷമം മാറും. ശ്രീ വിജി തമ്പി പറഞ്ഞതിന് ഒരു മറുപടിയുമാകും. പാർട്ടി സംഭാവനയായി കണ്ടാൽ മതി. അല്ലേലും അത് തന്നെയാണല്ലോ പലതരത്തിലും ഇവിടെ നടക്കുന്നത്. ഇനി അവസാനമായി VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശബരിമലയുടെ കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുമ്പോൾ, ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോടായി നിർദ്ദേശം നൽകുമ്പോൾ നികേഷ് എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? സർ, ഇതേ ശബരിമലയിൽ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിക്കൂട്ടിയ തിടുക്കവും വനിതാ മതിലും പോരാത്ത വ്യാജരേഖ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച വിഷയങ്ങളിലും നടപടിക്ക് വേണ്ടി കോടാനുകൂടി അയ്യപ്പന്മാർക്കായി കോടതിയെ സമീപിച്ചത് ഇതേ വിശ്വ ഹിന്ദു പരിഷത്താണ് മിസ്റ്റർ നികേഷ്. KSRTCക്ക് ലാഭമുണ്ടാക്കാൻ
അയ്യപ്പ ഭക്തരെ പിഴിയാൻ മറ്റു വാഹനങ്ങളെ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി അയ്യപ്പന്മാരെ ദ്രോഹിക്കുന്നതിനെതിരായും നിലയ്ക്കൽ പാർക്കിങ്ങിന്റെ പേരിൽ നടത്തുന്ന ചൂഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയും ഭക്തർക്കായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും ഇതേ വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ്. അതുകൊണ്ട് മിസ്റ്റർ നികേഷ്, താങ്കളുടെ ഹിന്ദു സ്നേഹവും കരുതലും ക്ഷേത്ര സംരക്ഷണവും ഒക്കെ നാലായി മടക്കി വെക്കൂ. എന്നിട്ട് കിണറ്റിലോ തോട്ടിലോ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് കഴിഞ്ഞ തവണ നഷ്ടമായ MLA സ്വപ്നം പൂവണിയാനുള്ള വഴികൾ നോക്കൂ. അതിന് പാർട്ടിയെ സുഖിപ്പിക്കാൻ ഈ വഴി വിട്ടുപിടിച്ചോളൂ. അയ്യപ്പ വിശ്വാസികളായ ഹിന്ദുവിന്റെ കാര്യങ്ങൾ തൽക്കാലം നോക്കുന്നത് സ്വാഭിമാനികളായ ഹിന്ദുക്കൾ തന്നെയാണ്. അല്ലാതെ നാമം കൊണ്ട് മാത്രം ഹിന്ദുവായ മറ്റു പലതിനെയും താങ്ങി നടക്കുന്നവർ തൽക്കാലം ഹിന്ദുവിന്റെ രക്ഷയ്ക്കായി എഴുന്നള്ളണ്ട എന്ന് തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ലാൽ സലാം.